വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെയും US ഓയിലിൻ്റെയും പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. നോക്കിയാൽ കാണാം, ഇതൊരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്ന ഏരിയ ആയിരുന്നു. അതിനെ മിനിഞ്ഞാന്ന് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഇന്നലെ തിരിച്ചു കയറി അതിന് മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ മാർക്കറ്റ് ഒരുപക്ഷെ അവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അതിനൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്നത് അതിന് താഴെയുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു സപ്പോർട്ട് ഏരിയയോടെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെയാണ് മാർക്ക് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ഒരു സപ്പോർട്ട് നേരത്തെ മുകളിൽ വരച്ചിരിക്കുന്ന ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ മാർക്ക് ചെയ്യുന്നത്. ഇനി മാർക്ക് ചെയ്യുന്നത് ഒരു ഇംബാലൻസ് ഏരിയ ആണ്. നോക്കിയാൽ കാണാം, ഇവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇംബാലൻസ് ഏരിയ ആണ്. ഇന്ന് മാർക്കറ്റ് അതിലോട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വന്നു, അല്ലെങ്കിൽ ഈ സപ്പോർട്ട് അല്ലെങ്കിൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ലോയിനെ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ലോയിനെയും ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇംബാലൻസിന്റെ തൊട്ട് മുകളിൽ ഒരു വലിയ രീതിയിൽ കൺസോളേഷൻ നടന്ന ഏരിയയാണ്. അപ്പോൾ അതിന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. വീണ്ടും മുകളിലോട്ട് പോകുന്ന സമയത്ത് റെസിസ്റ്റൻസ് ആൻഡ് ഇംബാലൻസ് എടുക്കുന്നുണ്ട്. ആദ്യം റെസിസ്റ്റൻസിനെ മാർക്ക് ചെയ്യാം. പിന്നെ അതിന് താഴെ ഒരു ചെറിയൊരു ഇംബാലൻസ് ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ അനാലിസിസ് ചെയ്യാനുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്നത്തെ പ്രധാന ന്യൂസുകളെല്ലാം ഇന്നലെ നൈറ്റിലായിരുന്നു, മിഡ് നൈറ്റിലായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ 12 മണിക്ക്, ഇന്ന് 1 മണിക്കായിരുന്നു. അതെല്ലാം കഴിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ന്യൂസുകളൊന്നും ഇന്നും ഇല്ല. പക്ഷെ എന്നാലും ഗോൾഡിൽ മൂവ്മെന്റ് ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല. അത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ടെക്നിക്കൽ അനാലിസിസിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഗോൾഡിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ന്യൂസുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിൽ നിന്ന് നമ്മൾ ഇനി നേരെ പോകുന്നത് 4 അവറിലേക്കാണ്. 4 അവറിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസിനെ അപ്രോച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത ഏരിയ ആണ്. പിന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും അങ്ങോട്ട് തന്നെ പോകുന്നുണ്ട് ഇംബാലൻസ് ഏരിയയിലേക്ക്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇംബാലൻസ് ഏരിയ. അതുപോലെ തന്നെ മുകളിലും മൾട്ടിപ്പിൾ ആയി നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക് സംഭവിച്ചാൽ ഇവിടെ തൊട്ട് മുകളിലുള്ള ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം, അതായത് ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ നിന്ന് ഒരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം ഒരു സെൽ എൻട്രി കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതിൽ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ ഒരു സപ്പോർട്ടാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ഒരു മൈനർ ഒരു ഏരിയ തന്നിട്ടുണ്ട്. ആ ഒരു ഏരിയയിലേക്കായിരിക്കാം ഏരിയ പ്ലസ് അവിടെ ഒരു ഇംബാലൻസും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു ഇംബാലൻസിനെയും 4 അവറിന്റെ ഇംബാലൻസിനെയും കൂടി നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അവിടേക്കായിരിക്കാം സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അതും ബ്രേക്ക് ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നലത്തെ ലോയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അത് ഈ ഏരിയ ആണ്. അത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ഇംബാലൻസ് ഇവിടെ ഉണ്ട്, അവിടേക്കും എത്താനുള്ള സാധ്യത ഉണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ഡൗൺ സൈഡിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് 4 അവറിലുള്ളത്. 4 അവറിൽ നേരത്തെ പറഞ്ഞ ഇംബാലൻസിന്റെ താഴെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട്, അതിനും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ എല്ലാം പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. അതൊന്നും ഇന്ന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും അതെല്ലാം വരികയാണെങ്കിൽ മാർക്ക് ചെയ്തിടേണ്ടതുണ്ട്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇംബാലൻസിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. 1 അവറിന്റെ ഒരു ഇംബാലൻസും കൂടി ഉണ്ട് അവിടെ. അപ്പോൾ ആ ഒരു 1 അവറിന്റെ ഇംബാലൻസിനെ ഓൾറെഡി മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം, അവിടെ നിന്ന് ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് 1 അവറിന്റെ ഇംബാലൻസും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, അതായത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടം വരെ വരാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് താഴെയുള്ള ഇംബാലൻസിലേക്കും വരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ 1 അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് മുകളിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഇവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയ ആണ്. അതിലേക്ക് എങ്ങാനും പോവുകയാണെങ്കിൽ വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിത്ത് കൺഫർമേഷനോടുകൂടി എൻട്രി എടുക്കാം. മുകളിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് ഒരു ഇംബാലൻസ്, നമ്മൾ നേരത്തെ വരച്ച ഇംബാലൻസ് ഇതിന് ക്ലിയർ ആയി നിൽക്കുന്നുണ്ട്.
അത് നോക്കുക. അത് ഒരുപക്ഷെ എടുത്തു കഴിഞ്ഞതാണ്. നോക്കിയാൽ കാണാം എവിടേക്ക് വന്ന് ഓൾറെഡി ബാലൻസ് ഇത്രയും വന്നൊരു ഏരിയനെ ബാലൻസ് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ അത് അത്ര വലിയ എഫക്റ്റീവ് ആവാനുള്ള സാധ്യത ഇല്ല. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഏരിയ ആയിരുന്നു. ഇവിടെ നല്ലൊരു കൺസോൾട്ടേഷൻ നടക്കുന്ന ഏരിയ ആണ്. ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അതുപോലെ ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. അവിടെ നിന്നും റിവേഴ്സലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ട്. ഏറെക്കുറെ ഇപ്പോൾ ചെറിയൊരു റിവേഴ്സൽ കാണിക്കുന്നുണ്ട്. എന്തായാലും അതിന് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് ട്രേഡ് എടുക്കാൻ നോക്കാം. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയി നോക്കാം. 50 മിനിറ്റ്സിൽ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ടാണ് പോയത്. മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി നല്ല സ്ട്രോങ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്ന ഏരിയയിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് എത്തി നിൽക്കുന്നത്. ഇവിടെ നിന്ന് താഴോട്ടേക്ക് പോകുന്ന സമയത്ത് 50 മിനിറ്റ്സിൽ ഇവിടെ കുറച്ച് ഒരു കൺസോളേഷൻ ഒക്കെ നടന്നൊരു ഏരിയയാണ്. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ഏരിയ 50 മിനിറ്റ്സിൽ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഒരുപക്ഷെ 50 മിനിറ്റ്സിൽ സ്ട്രക്ചർ ബ്രേക്ക് തരാത്തോടത്തോളം കാലം ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവാം. തൊട്ട് താഴെ നേരത്തെ പറഞ്ഞ ലൈൻ ഉണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ബ്രേക്ക് ചെയ്ത ലൈനിലേക്ക് കൂടി തട്ടിയിട്ട് മുകളിലോട്ട് പോവാം. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് വെക്കേണ്ടത് ഈ ഇംബാലൻസിലേക്കാണ്. അപ്പോൾ 50 മിനിറ്റ്സിന്റെ ബൈ ടാർഗറ്റ് അതാണ്. സെൽ ടാർഗറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്നെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് എവിടുന്നെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടുകയാണ്. നല്ലൊരു വലിയൊരു ആൻഡിൽ താഴോട്ടേക്ക് വരികയാണ്. അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ട്രേഡ് ചെയ്ത് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും നേരത്തെ പറഞ്ഞ താഴെയുള്ള ഇംബാലൻസിലേക്ക് ഇറങ്ങാം. അതിൻ്റെ ഇടയിലുള്ള പ്രധാനപ്പെട്ട ഒന്ന് പോയിന്റാണ് ഇത്. അതും അവിടെ എത്തുന്ന സമയത്ത് റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഗോൾഡിന്റെ അനാലിസിസ്. ഗോൾഡിലും ടോട്ടലി നോക്കുന്ന സമയത്ത് ഗോൾഡിന്റെ വീഴ്ച റിക്കവർ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇനിയും മുകളിലോട്ട് പോകാൻ തന്നെയായിരിക്കാം സാധ്യത. അല്ലെങ്കിൽ ഇപ്പൊ ഈ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് വലിയ വീഴ്ച വീണ്ടും വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലോ ഒക്കെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് തന്നെ പോവാം. എന്തായാലും കൺഫ്യൂസ്ഡ് ഏരിയ അല്ല, അപ്പർ സൈഡിലേക്ക് തന്നെയായിട്ടാണ് തോന്നുന്നത്. എന്തായാലും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ബൈയിലേക്ക് വെക്കാം. അപ്പോൾ കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ ട്രേഡ് എടുക്കുന്ന ആളുകൾ നോക്കിയും കണ്ടും ട്രേഡ് എടുക്കാം. ഇനി നമുക്ക് US ഓയിലിലേക്ക് പോവാം. US ഓയിൽ വരുന്ന സമയത്ത് എന്നും പറയുന്ന പോലെ തന്നെ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. മുകളിലോട്ട് പോയിട്ട് ഇവിടെ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടൈമിൽ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് റിജക്ഷൻ എടുത്തിട്ടുണ്ട്. ഓരോ റിജക്ഷൻ എടുക്കുമ്പോൾ ഡീപ്പായിട്ട് താഴോട്ടേക്ക് വരും, വീണ്ടും മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോയിട്ട് ഒരു ഹൈനെ ബ്രേക്ക് വീണ്ടും താഴോട്ടേക്ക് വരും. ഇന്നലെയും ഹൈനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. താഴോട്ടേക്ക് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും പലതവണ മാർക്കറ്റ് വന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനിയും ബാക്കിയുണ്ട്. പലതവണ വന്ന് എടുത്തത് കൊണ്ട് അതിന്റെ എഫക്റ്റ് കുറയാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എന്നാലും കുറച്ചും കൂടി ബാക്കിയുണ്ട്. നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്കോ മറ്റോ പോകുന്ന സമയത്ത് ഒരുപക്ഷെ അത് ഇംബാലൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ കിട്ടാൻ സാധ്യത ഉണ്ട്. എന്തായാലും നമുക്ക് 4 അവറിലേക്ക് ഒന്ന് പോയി നോക്കാം. 4 അവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. നേരത്തെ പറഞ്ഞിരുന്നു. ആ റെസിസ്റ്റൻസ് ഏരിയന് ഓരോ തവണ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്കാണ് വരുന്നത്. താഴോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും പ്രൈസ് ആക്ഷൻ ഷിഫ്റ്റ് ആയത് വരുന്നുണ്ട്. താഴെ നിന്ന് നോക്കിയാൽ കാണാം പ്രൈസ് ഓരോ തവണയും മുകളിലോട്ട് കയറി പോകുന്നത്. ഇവിടെ കയറുന്നു അങ്ങനെ മാർക്കറ്റ് മുകളിലോട്ടാണ് കയറിക്കൊണ്ടിരിക്കുകയും ഇവിടെ ഒരു കൺസോളേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇനിയും ഒരു വീഴ്ചയ്ക്കുള്ള സാധ്യത ചിലപ്പോൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഒന്നും കൂടി മുകളിലോട്ട് പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയയിലേക്ക് ഇംബാലൻസിലേക്ക് പോയതിനു ശേഷമായിരിക്കാം ഒരു വീഴ്ച കാണുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ആ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ പോകുന്ന പോക്കിൽ റിയാക്ഷൻസ് കിട്ടാം. കാരണം പ്രത്യേകിച്ച് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് നടക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ ഒരു ഇംബാലൻസും ഉണ്ട്. ആ ഒരു ഇംബാലൻസും എടുത്തിട്ടില്ല. ആ ഒരു ഇംബാലൻസിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പക്ഷേ നല്ല രീതിയിൽ റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ ഇന്ന് ട്രേഡ് എടുക്കാൻ കഴിയൂ. നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. അല്ല വീണ്ടും നല്ലൊരു രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങുകയാണ്, അതായത് ബ്രേക്ക്ഔട്ട് പോലെ തന്നെ നല്ലൊരു സെല്ലിംഗ് പ്രഷറുള്ള ക്യാൻഡിൽ ഇറങ്ങുകയാണ് ഫോർവേഡ് ഉണ്ടെങ്കിൽ
അതും ഈ ഒരു ലോയെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഒന്ന് മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു സെല്ലിംഗ് എൻട്രി എടുക്കാം. ആ സെല്ലിംഗ് എൻട്രി ലോങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലോയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 4 ഹവറിന്റെ ബൈയിങ് സെല്ലിംഗ് കാണുന്നത്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോയി നോക്കാം. 1 ഹവറിൽ കാര്യമായി നേരത്തെ പറഞ്ഞതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ ക്ലിയർ ആയിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് തവണ അവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ആവാനുള്ള സാധ്യതയും കൂടിയും കാണുന്നുണ്ട്. ഒരുപക്ഷെ എങ്ങനെ ബ്രേക്ക് ആവും എന്നുള്ളത് ആണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ നിന്നൊരു വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈയിങ് ക്യാൻഡിൽ വരികയാണെങ്കിൽ നമുക്കൊരു ബൈ വീണ്ടും എടുക്കാം. അല്ല വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൽ എൻട്രി എടുക്കാം. ഇനി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോങ് ടൈം ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഒരുപക്ഷെ ഇന്നോ നാളെയോ എന്നാണ് ലോങ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ഫുൾ ഡേ അല്ലെങ്കിൽ നാളെയാണോ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇവിടേക്ക് താഴോട്ടേക്ക് എവിടേക്കെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്നൊരു ഏരിയയാണിത്. ഈ ഒരു ഏരിയയിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ഒരു റിയാക്ഷനോ മറ്റോ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് നമുക്കൊരു ബൈ എൻട്രി നോക്കാം. ബൈ എൻട്രി നല്ല രീതിയിൽ കൺഫർമേഷൻ കിട്ടുകയാണ്. ഉദാഹരണത്തിന് നല്ല രീതിയിലൊന്ന് ബുള്ളിഷ് ക്യാൻഡിൽസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു പാറ്റേൺ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് ബൈ എൻട്രി വീണ്ടും ഇവിടെ വരെ, അതായത് വീണ്ടും റെസിസ്റ്റൻസ് വരെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് 1 ഹവറിന്റെ കാണുന്നത്. പിന്നെ ഈ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റീസ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടേക്ക് എത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിംഗ് എത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവിടേക്ക് എത്തുന്ന സമയത്തോ ഒക്കെ മാർക്കറ്റ് വലിയ രീതിയിൽ ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ വലിയ ടാർഗറ്റ് താഴോട്ടേക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അല്ല ചെറിയ റിയാക്ഷനോ മറ്റോ ആണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ടിലേക്ക് മാത്രം ടാർഗറ്റ് വെച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇത്രയാണ് 1 ഹവറിന്റെ കാണുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ടൊന്ന് പോയി നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാകുന്നത് ഈ ഒരു മാർക്കറ്റ് ഇവിടെ ഇന്നലെ താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി ലോകളൊക്കെ എടുത്ത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് മൂവ്മെന്റ് തന്നു. വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്യാതെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്തിരിക്കുന്നത് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തത്. അതായത് മാർക്കറ്റ് ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്നിട്ടുണ്ട് 50 മിനിറ്റ്സിൽ. 50 മിനിറ്റ്സിൽ സ്ട്രക്ചറൽ ബ്രേക്ക് വന്ന് അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ആ ഒരു ലെഗ് താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും ബിൽഡ് ചെയ്ത് പോവാണ്. ബിൽഡ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽസ് ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടും മുകളിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇംബാലൻസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങാം. അങ്ങനെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ലോയിനെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടേക്ക് വരികയാണ്, ഒരു ബ്രേക്ക് നടക്കുകയാണ് നല്ലൊരു ക്യാൻഡിലോട് കൂടി ഈ ഒരു സ്ട്രക്ചർ ഇപ്പൊ അതായത് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കൺസോൾട്ടേഷൻ നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ബ്രേക്ക് നടക്കുകയാണ്. ഒരു ബെയറിഷ് ക്യാൻഡിലോട് കൂടി ബ്രേക്ക് നടക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഇവിടേക്ക് നമുക്കൊരു ടാർഗറ്റ് കിട്ടാവുന്നതാണ്. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോയിനെ എടുത്തിട്ട് ഇവിടെ, അതായത് ഈ ഒരു ലോയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മിനിമം ടാർഗറ്റ് ഇവിടേക്ക് വെക്കാം. പിന്നെ ഈ ലോയിലേക്ക് ഒരു സംശയമാണ് എങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സിംഗിൾ ലെഗ് ആണ്. ആ ഒരു സിംഗിൾ ലെഗ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു നല്ലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. പിന്നെ എല്ലാം പറഞ്ഞ പോലെ ഇവിടെ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ താഴേക്ക് എത്തുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് വീണ്ടും ഒരു ബൈയിലേക്ക് പോവാം. അപ്പൊ ഇത്രയാണ് 50 മിനിറ്റ്സിന്റെ അനാലിസിസ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് 50 മിനിറ്റ്സിന്റെ ഒരു സ്ട്രാറ്റജി വർക്കാവുന്നുണ്ട്. പക്ഷെ പരമാവധി അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നോക്കിയാൽ കാണാം ഒരു പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക. അത് മാത്രമല്ല കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കൃത്യമായ റിസ്ക് റിവാർഡും മണി മാനേജ്മെന്റും ഉപയോഗിച്ച് മാത്രം ട്രേഡ് എടുക്കുക. ഗ്രീഡൊന്നും ഇല്ലാതെ ട്രേഡ് എടുത്ത് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.